മിക്ക ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിരിക്കും കേട്ടോ. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താക്കുമെന്ന് ചിന്തിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മെനുവിൽ കയറി കൂടിയിട്ടുള്ള പുതിയൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള രാഗി സേമിയ പുട്ട്. സംഭവം നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ടിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട്. ഉപ്പൊരു പൊടിക്ക് കൂടുതലായിട്ട് നിൽക്കണം. ഇനി ഇതിലേക്ക് രാഗി സേമിയ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് കുതിർത്ത് വെക്കാം. എടുക്കുന്ന സേമിയക്കനുസരിച്ച് ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. സേമിയയുടെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം കുതിർത്ത് വെക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം വാർത്ത് വെക്കാം. ഈ ഒരു പുട്ടിലേക്ക് കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ ഇട്ടിട്ട് മുകളിൽ തേങ്ങ ഇട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. കുതിർത്ത സേമിയ ആയത് കാരണം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് ആവി വരികയും ചെയ്യും. ഈ ഒരു സേമിയ പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറിയോ മീൻ കറിയോ ബീഫ് കറിയോ ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്